ഹലോ, അസ്സലാമു അലൈക്കും ഗൈസ്. നമ്മളെ ആദ്യത്തെ പുലർച്ച വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നോമ്പ് തുടങ്ങിയിട്ട് കുറച്ചായി. നമ്മളെ ആദ്യത്തെ പുലർച്ച വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലർച്ച തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പം ഇന്ന് പുലർച്ച വ്ളോഗാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൈസ്, അടുക്കളയിൽ ഇതിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ പുലർച്ച വ്ളോഗിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് എന്താണ് പൊലിച്ച വ്ളോഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ ഉള്ള ആദ്യത്തെ പൊലിച്ച വ്ളോഗാണ്. എല്ലാവരും പൊലിച്ച വ്ളോഗ് ഇട്ടു, നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇന്ന് വന്നിട്ട് സാധാരണ ഞങ്ങൾ കടികളാണ് കഴിക്കാറ്. ഇന്നെന്താ നമ്മളെ സ്പെഷ്യൽ പറയൂ. ചോറ് കഴിക്കാൻ പൂതിയായി. ചോറും പിന്നെന്താണുള്ളത്? മുരിങ്ങാക്കറി. പിന്നെ ഇത് മൈക്കാണ്ട് പിന്നാലെ അടക്കാണ്ടാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ നിൽക്കരുത്. മുരിങ്ങാക്കറിയും ഉണക്കമീനും. ചൂടെ സ്പെഷ്യൽ ഉണക്കമീനും മുരിങ്ങാക്കറിയാണ് കേട്ടോ. അതിപ്പോ വെറൈറ്റി ഒന്നല്ലല്ലോ. ശരിക്കും നമ്മൾ ഇതിലിട്ട് പൊലച്ചക്ക് ചോറ് തിന്നിട്ടില്ല. ഇന്നാണ് ഞങ്ങള് ചോറുമ്മ തുടങ്ങുന്നത്, അല്ലേ ഗൈസ്? അപ്പോ ഇന്ന് പതിവില്ലാണ്ട് സാധാരണ എല്ലാമായിട്ട് തന്നെ വിളിക്കല് ആണോ? ഇന്നിപ്പോ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കാനപ്പോ എന്നെ വിളിച്ചിരിക്കുന്നത്, ഇത് കാണാൻ എന്നെ വിളിച്ചിരിക്കുന്നത്. സഹായങ്ങൾ എന്നെ വിളിക്കരുത് ഇത്രയും നേരത്തൊന്നും. ഞാൻ അങ്ങനെ പറഞ്ഞല്ലേ. ഞാൻ എന്നാ പൊലിച്ച വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് എണീറ്റത്. നമുക്ക് തുടങ്ങിയല്ലേ, സ്റ്റാർട്ട് ചെയ്യും. ഉള്ളി മുറിച്ചു, എന്നാ ബാക്കി പണിയിലേക്ക് കിടക്കൂ. ഗൈസ്, ആദ്യത്തെ ടേബിള് ഇങ്ങോട്ട് ഇട്ടിക്കാണ്. അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞുതരാം, ഇതിൽ തന്നെ പറയും, ഈ വീഡിയോയിൽ തന്നെ പറയും. അപ്പം ആദ്യം തൊട്ട് മുരിങ്ങക്കറിയിലാണ് ഗൈസ് തുടങ്ങുന്നത്. മുരിങ്ങൻ്റെ ഇല സ്പെഷ്യൽ മുരിങ്ങക്കറിയും ഉണക്കമീനും. അതാണ് ഇന്നത്തെ മെയിൻ വിഭവം. ഇത് പാലക്കാട് നിന്ന് കൊടുന്നതാ അല്ലേ? പാലക്കാട് നിന്ന് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കല് നിങ്ങള്? ഇതന്നെ ഉണ്ടാക്കല്. അപ്പൊ വ്യത്യാസമൊന്നുമില്ല, വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കൂല. ഇതന്നെ ഉണ്ട് ഈ ഡിഷൻ, ഇതന്നെ ഉണ്ടാക്കിയ. ഓക്കെ, ഡൺ. എന്നാ തുടങ്ങാം. സ്പീഡായിക്കളാ, ഒന്നാമത്തേക്ക് വിശക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഹാളുണ്ടല്ലോ. അപ്പൊ ഹാളില് 2 കട്ടിലാണ്. ഇത് വന്നിട്ട് മമ്മാടെ കട്ടിലാണ് കേട്ടോ. മമ്മാടെ കട്ടിൽ ഉമ്മ കയ്യേറിന്ന് പറഞ്ഞിട്ട് മമ്മ ഗൈസ് മുത്തമ്മാനോടെ ഇരുന്നു. ഉമ്മാൻ്റെ ഹോസ്പിറ്റലിൽ ഇന്നലെ കാണിച്ചതിന് ശേഷം തുഞ്ഞ് വെട്ടിയിട്ട് പുതിയത് ഇട്ടതാണല്ലേ. ഇതെങ്ങനെ ഈ തുണി ഇങ്ങനെ വെച്ചിക്കണ്? തുണി കാലിൻ്റെ അടിയിൽ വെക്കണ്ട തരി. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നടക്കാനായിട്ടില്ല. നടക്കാൻ ഇനിയും ഒരുപാട് മാസങ്ങളാവും. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തല്ലേ അമ്മ? എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതുവരെ എത്തി. പിന്നെ അപ്പോൾ കഥ വന്നിട്ട് ഉമ്മ മൂത്തമ്മാൻ്റെ ഇരുന്നു. അവിടുന്ന് വന്നപ്പോൾ ഉമ്മമാൻ്റെ കട്ടിയിൽ പോയ വിഷമം. അതിൽ ഉമ്മമ്മ എന്താ പറഞ്ഞമ്മ? ഉമ്മമാക്കും വേണമെന്ന് പറഞ്ഞു അല്ലേ? ആളിൽ തന്നെ. കാരണം ആ റൂമിൽ മുർഷിദ കിടക്കണോടത്ത് അൽമറ ഉണ്ടായതുകൊണ്ട് ചെറിയൊരു കട്ടിലാണ് അവിടെ ഇട്ടിട്ടുള്ളത്, ചെറിയ റൂമായതുകൊണ്ട്. അങ്ങനെ ഗൈസ്, ഇവിടെ ഒരു ചെറിയൊരു കട്ടിലിട്ടു, ഹാള് അങ്ങോട്ട് ഇട്ടു. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യമല്ല. ഇൻഷാ അല്ലാഹ് നമ്മളൊരു പദ്ധതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മളെ വരുന്ന മോൾക്ക് ഇനി എടുക്കാൻ കഴിയില്ല. അപ്പം ഇനി അപ്പുറത്ത് ഇൻഷാ അല്ലാഹ് ഒരു വീട് വെക്കണം, നല്ലൊരു വീട്. ഇൻഷാ അല്ലാഹ് വീട് വെക്കുകയാണെങ്കിൽ തുടങ്ങിയാണെങ്കിൽ ഞാൻ ഡെയിലി വ്ളോഗ് ഉണ്ടാവും. ഡെയിലി വ്ളോഗ് കൊടുക്കലുള്ള വീട് വെക്കാൻ നടക്കുക ഇൻഷാ അല്ലാഹ്. നമ്മളങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ അമ്മ? ഇൻഷാ അല്ലാഹ് ഇവിടെ തന്നെ നമ്മളെ പേരൊക്കെ ചാരിയിട്ട് തന്നെ നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് പഠിച്ചോ സഹായിപ്പിക്കട്ടെ. അപ്പോൾ ഗൈസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. മക്കളെ, ഞങ്ങളെ പൊൻതൂവൽ വരുന്ന ഓതൊക്കെ ഉണ്ടാക്കിയിട്ട് 4 മണിക്ക് എത്ര മണിക്കാണ് നീച്ചലുമ്മ? 3:30 നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ സുബഹി ബാങ്ക് കൊടുത്ത് ആ നിസ്കാരം കഴിഞ്ഞിട്ടാണ്
ഉറങ്ങി. ഇനി തഹജ്ജുദ് നിസ്കാരാണോ ഏത് നിസ്കാരാണെന്ന് മമ്മക്കറിയില്ല. മമ്മക്ക് എപ്പോഴും നിസ്കാരമായതുകൊണ്ട് ഇല്ലേ അമ്മ, ഏത് നിസ്കാരാണോന്ന് ഞമ്മക്കറിയില്ല. അപ്പൊ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങള്. എൻ്റെ അമ്മമ്മ നോമ്പ് എത്ര താജ് നിസ്കാരാണ്. ഇവ എന്നും നിസ്കരിക്കോ? ഞാൻ കാണുമ്പോ എന്നും നിസ്കരിക്കാറുണ്ട്. എന്തായാലും മാഷാ അല്ലാഹ് ഒക്കെ പഠിച്ചോൻ എൻ്റെ അമ്മമ്മ ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. അമ്മമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം. അമ്മമ്മ ഈ പ്രായത്തിലും അമ്മമ്മ എത്ര ഇടങ്ങാറായിട്ട് കഷ്ടപ്പെട്ടിട്ട് നോമ്പ് എടുത്തു. അതിലൊന്നും ഇതായി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസകരമായിട്ട്. മമ്മ വരിയേ, നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്? നടക്കേ. ആ അപ്പോൾ എന്നാലും അമ്മമ്മ ഈ പ്രായത്തിൽ ഇങ്ങനെ ഇടങ്ങാറായിട്ട് നോമ്പെടുക്കുന്ന കാണുമ്പോൾ നമ്മളൊക്കെ അല്ലേ അമ്മമ്മ, നമ്മളൊക്കെ കുഴങ്ങിയാന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒന്ന് ആലോചിക്കുക അമ്മമാനെയൊക്കെ അല്ലേ അമ്മമ്മ? ആ അപ്പോൾ ഓക്കെ. ഓ നിന്റെ കണ്ണാൻ തട്ടിയപ്പത്തിന് കണ്ണാൻ ഇവിടുന്ന് മാറിയപ്പത്തിന് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാ തസ്ലി ഇവിടെ നടക്കുന്നത്? അങ്ങനെ ഓക്കെ. ഓ ഓക്കെ ഓക്കെ, എങ്ങനെയായാലും വേണ്ടില്ല, പരിപാടി നടക്കട്ടെ. മുരിങ്ങക്കറിയും ഉണക്ക സ്രാവില്ലേ ഒരു കഷ്ണം, 2 കഷ്ണം, ആ 2 കഷ്ണം എനിക്ക് തരുന്നുണ്ട് കേട്ടോ. അതിൽ ഞാനും കുമ്മനടിക്കണ്ട കേട്ടാ. ഓക്കെ. അപ്പൊ എന്താണ് ഈ നോമ്പിനെ കുറിച്ച് താങ്കൾക്ക് ഈ മൈക്ക കൈമാറ്, എന്താണ് ഈ നോമ്പിനെ കുറിച്ച്, എന്താണ് 2 വരികൾ? ഈ നോമ്പ് എങ്ങനെയുണ്ട്? പ്രയാസകരമാണോ? ഉഷാറാണ്. അപ്പൊ പാലക്കാട് വിഭവങ്ങളായിട്ട് ഇതൊരു വ്ളോഗ് ശരിക്കും ഇടണം. ശരിക്കും മൂല്യരലവ് ഉണ്ട് നമുക്ക് നാളെ ഇതൊരു വീഡിയോ എടുത്തിട്ട് ഇടണം, എന്റെ വീഡിയോ. അങ്ങനെ ജോലിക്ക് ഉറപ്പ് കൊടുക്കുക എന്റെ സ്പെഷ്യൽ എന്തെങ്കിലും കാണിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാന്നോ? അങ്ങനൊന്നും പറയാൻ പറ്റൂല, ശരിക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം. മുർഷിദാ പിന്നെ ഇതിപ്പോ ആവോ? ആവാനായി സമയമുണ്ട് അല്ലേ? ഇത് മാത്രമേ ഉള്ളൂ? ഇനി വേറെ ഒന്നുമില്ല ഇതിക്ക്? ഇറച്ചി മീനൊന്നുമില്ല? അല്ല മീനുണ്ട്, ഉണക്ക മീനല്ല, ഇറച്ചിയൊന്നുമില്ല. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ്. ഇത് എന്താ വെച്ചാല് ഇതൊരു ട്രെൻഡാണ്. ഇത് നിർബന്ധ നോമ്പിന് ഒരു പ്രാവശ്യം നിർബന്ധമാണ്. ഇത് വേറെ ഇന്നലെ മിന്നാന്നൊക്കെ നമുക്ക് എന്താ പത്തിരി അല്ലെങ്കിൽ ദോശ, എനിക്ക് കടികളാണ് ചെയ്യാറ്. ഇന്നാണ് നമ്മൾ വെറൈറ്റി ആയിട്ട് ചോർമ പിടിച്ചത് അല്ലേ? പിന്നെ ഞാൻ കരുതി ഇന്ന് പാലക്കാട് വല്ല ട്രഡീഷണൽ ഫുഡൊക്കെ ഉണ്ടാവുന്നു. അത് നോമ്പറക്കാൻ പ്രതീക്ഷിക്കല്ലേ നമുക്ക്? ഓക്കെ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് നോമ്പ് തുറന്റെ വീഡിയോ ഞാനൊന്നല്ല അടിക്കുക, ഓള് ഓൺ വോയിസ് ഒക്കെ ചെയ്ത് ഇനി വരും അല്ലേ? വരും ഇൻഷാ അല്ലാ. നിങ്ങൾ ചട്ടി മാറ്റുന്നൊന്നും പറയരുത്, ഞങ്ങളെ നല്ല ചട്ടിയാണിത്. നിങ്ങൾ ഇടക്കിടക്ക് പറയലുണ്ട് ചില വീഡിയോയില് ചട്ടി ഞങ്ങളൊക്കെ പുതിയതുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. അങ്ങനെയാണ് കാര്യങ്ങളെ കടപ്പ് വശം. ഓക്കെ, വന്ന വഴി മറക്കാൻ പാടില്ല, ചട്ടി മറക്കാൻ പാടില്ല. അല്ല ഞാൻ പറയണേ, നമ്മളെ കട്ടിലിപ്പൊ സോറി മേശം കണ്ടിട്ട് അറിയാം മമ്മാക്കും ഹാള് വേണം. റൂമൊക്കെ മറ്റേ റൂം ചെറിയതാവിടെ ഒന്നും കട്ടില് പോലും ഇടാൻ പാടില്ല, അൽമറ ഉണ്ടായതുകൊണ്ട്. അവിടെ അമ്മമ്മക്ക് കടക്കാനും ബാത്റൂം പോകാൻ ഇതാണ് ഇഷ്ടം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പുതിയ കട്ടില്, ആ ചെറിയ കട്ടില് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞതിലെ പ്ലാന് നമ്മളെ വീട് പണി പറ്റിച്ച് ചെയ്യണം. മോൾക്ക് എടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ വീട് പണി ചെയ്യാൻ ഞാൻ പറഞ്ഞു ഡെയിലി വ്ളോഗ് ആക്കാൻ, അതിൻ്റെയൊക്കെ വ്ളോഗ് ഡെയിലി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇൻഷാ അല്ലാ. ഓക്കെ, കാലം ആവുന്നുള്ളൂ, 4:30 ആയിട്ടുള്ളൂ. ഇന്ന് പലിച്ചക്ക് ഉണക്കമീനും മുരിങ്ങാച്ചാറും ചോറുമാണ്. പോരി നിങ്ങള് ഏതാ നിസ്കരിക്കാത്ത ഏതൊക്കെയുള്ള ചാക്ക നിസ്കരിച്ചിട്ടുണ്ട് പേര്. ഓക്കെ, ഞാൻ പോട്ടെ. ഇതാ മീൻ എടുത്തോ ഗൈസ്. ഞങ്ങൾ 3 ആളാണ് ഈ മേശം ഇരിക്കുന്നത് ഗൈസ്. പിന്നെ മമ്മ നിസ്കരിക്കാൻ, മമ്മാന്റെ നിസ്കാരാണ് ഗജ്ജട്ടെ. ഇപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞ പോലെ മുരിങ്ങാ താളിപ്പും അല്ല മുരിങ്ങാച്ചാറും, താളിപ്പും എന്ന് പറയുമ്പോൾ ഒരു സുഖം കിട്ടില്ല. മുരിങ്ങാച്ചാറും ഉണക്ക മീനും ഗൈസ്, അച്ചാറും. ഓക്കെ,
ഇത് എനിക്കുള്ളതാ. എനിക്ക് ചായ നിർബന്ധം, അത് പാൽ ചായ കേട്ടോ. കട്ടൻ ചായ കുടിക്കലില്ല, കട്ടൻ ചായ കുടിച്ചാൽ കറുക്കും. അതുകൊണ്ട് ഞാൻ പാൽ ചായ ആകെ കുറക്കും. അതുകൊണ്ട് ഞാൻ പാൽ ചായ മാത്രമേ ഉള്ളൂ കുടിക്കാറ്. പാൽപ്പൊടി നിർബന്ധം. പാൽപ്പൊടി ഇല്ലേ? യെസ്. ഞങ്ങള് കഴിക്കട്ടില്ലേ, നിങ്ങൾ കഴിച്ചിട്ടില്ലേ പെട്ടെന്ന് പോയി കഴിക്കും. കഴിച്ചിട്ടൊന്നും ആരും ഇരിക്കരുതിട്ടില്ലേ, അല്ലാതെ ഉച്ചക്ക് ആണെങ്കിൽ കഴിക്കരുത് കേട്ടോ. പറയാൻ പറ്റൂല, ഇത് ഉച്ചക്കല്ലേ നമ്മൾ ഇടിയ പറയും പോലെ. അപ്പോൾ ഉച്ചക്കൊന്നും ആരും കഴിക്കരുതിട്ടില്ലേ. അപ്പോൾ പെലച്ചക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുക. ഇത്ര ഒന്ന് ചോറുണ്ടോ, കുറച്ച് കുറക്കട്ടോ ഇതൊന്ന്. അപ്പോൾ ഗൈസ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. കഴിച്ചിട്ട് വരാവേ. സൗന്ദര്യത്തിൻ്റെ രസം പാൽച്ചായ ആയിട്ടില്ലേ. അപ്പോൾ ഗൈസ് പാൽച്ചായ എന്നും എനിക്ക് വേണം. ഓക്കെ, പൊടിക്കട്ടെ കേട്ടോ. നീ ബാങ്ക് കൊടുത്താൽ മതി, നിസ്കരിച്ചിട്ട് ഒറ്റ കടത്താം. പിന്നെ നമ്മൾ വീട് വെക്കണ കാര്യം പറഞ്ഞത് തമാശ അല്ലട്ടില്ലേ. ഇനിയിപ്പോൾ എല്ലാവരും ഇപ്പോൾ വീടുണ്ടല്ലോ എന്ന് പറയും, പക്ഷെ നമ്മുടെ വീടിന് സൗകര്യങ്ങളും ഇതൊന്നും ഇല്ല, മോൾക്ക് എടുക്കാനും കഴിയില്ല. അപ്പോൾ ഇൻഷാല്ലാ ഒരു 3 റൂം ഉള്ള വീട് വെക്കണമെന്നുണ്ട്, ചെറുതാണെങ്കിലും. ഇൻഷാല്ലാ ഒഴുകാതെ നമ്മൾ ചെയ്യും. ഗായ്സ് അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.